LDC ആലപ്പുഴ പാലക്കാട് 2024 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ആൻസർ ടി സുനന്ദാമ്മയാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്. അപ്പം കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നത് ആരൊക്കെയാണ്? AV കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്കരൻ. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കമ്പൈനർ എന്നറിയപ്പെടുന്നത് AV കുട്ടിമാളു അമ്മയാണ്. ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമായ കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിതയാണ് AV കുട്ടിമാളു അമ്മ. ജുവാൻ ഓഫ് ആർക്ക്, കേരളത്തിൻ്റെ ജുവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1947. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ആനി മസ്കറിൻ ഭരണഘടനാ നിർമ്മാണ സഭയെ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിത. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിതയാണ് ആനി മസ്കറിൻ. കേരളത്തിൽ നിന്ന് ലോക്സഭാ അംഗമായ ആദ്യ വനിത ആനി മസ്കറിൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാ നേതാവാണ് ആനി മസ്കറിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിന് അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ എന്ന് പറയുന്നത് ജോൺ ലോക്ക് ആണ്. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. അപ്പോൾ തോമസ് പെയിൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ് അവകാശമില്ല എന്ന് പറഞ്ഞ ജോൺ ലോക്ക് ആണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതും തോമസ് പെയിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സന്യാസന്റെ തത്വങ്ങളേവ? സന്യാസന്റെ തത്വങ്ങളേവ? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1, 2, 3 ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സന്യാസന്റെ തത്വങ്ങൾ ഏതൊക്കെയാണ്? ജനാധിപത്യം, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം ആണ്. അപ്പോൾ സന്യാസന്റെ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ എന്ന് വെച്ചാൽ ചൈനയുടെ മാറ്റത്തിനായി സന്യാസൻ അവതരിപ്പിച്ച പരിപാടിയാണ് 3 തത്വങ്ങൾ. ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ആധുനിക ചൈനയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് സന്യാസൻ. അടുത്ത ക്വസ്റ്റ്യൻ, UN ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? ആൻസർ 193 ആണ്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. എ ആണ് ആൻസർ, നാങ്കിങ് ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉച്ചമർദ്ദ മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? സൂര്യനും ഭൂമിയും അടുത്തടുത്ത്. പെരിഹീലിയൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സൂര്യനും ഭൂമിയും അടുത്തടുത്തായി എന്നതാണ്. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി എന്നതാണ് പെരിഹീലിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റങ്ങളുണ്ടായിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് സൂര്യ സമീപ ദിനം എന്ന് പറയുന്നത് ജാനുവരി 3 അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് എന്തെന്ന് പറയുന്നത്? ആർദ്രത എന്ന് പറയുന്നത്.
റിമോട്ട് സെൻസിംഗ് സാങ്കേതികവിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഹൈദരാബാദ് ആണ്. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ്. ഇന്ത്യയെ വിദൂര സംവേദ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കേന്ദ്ര സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. ഇത് കേന്ദ്ര അതായത് NSSC ISRO ഭൗതിക ഭാഗമായി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കേന്ദ്രമാക്കി മാറ്റിയ വർഷം എന്ന് പറയുന്നത് 2002 ISROയുടെ പ്രധാന കേന്ദ്രമായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, കാക്കിനഡ പുതുച്ചേരിയാണ്. ദേശീയ ജലപാത 4 എന്ന് പറയുന്നത് ദേശീയ ജലപാത 1 അലഹബാദ് ഹാൽഡിയാണ്. 2 എന്ന് പറയുന്നത് സാദിയ ദോബ്രി, 3 എന്ന് പറയുന്നത് കൊല്ലം കോഴിക്കോടാണ്, 4 എന്ന് പറയുന്നത് കാക്കിനഡ പുതുച്ചേരി, 5 എന്ന് പറയുന്നത് താൽച്ചർ ധാംറയാണ്. അപ്പം 1 അലഹബാദ് ഹാൽഡിയ, 2 എന്ന് പറയുന്നത് സാദിയ ദോബ്രി, 3 കൊല്ലം കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശീയ കോണളവാണ് എത്ര എന്ന് പറയുന്നത്? 66.5 ഡിഗ്രി. അക്ഷാംശീയ കോണീയ അളവാണ് 66 ഡിഗ്രി. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗമല്ലാത്തത് എന്ന് പറയുന്നത് ദേശീയ കുടുംബാരോഗ്യ സർവേ ആണ്. ഭാഗമല്ലാത്തത് ദേശീയ സാമ്പിൾ സർവേ ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ്. എന്തൊക്കെയാണ് ഇത് വരുന്നത്? തൊഴിലില്ലായ്മ സർവേ ഉണ്ട് സാമ്പിൾ സർവേ ഓഫീസിൽ, ഉപഭോക്തൃ ചെലവ് സർവേ ഉണ്ട്, സാമ്പത്തിക സെൻസസ്. ദേശീയ കുടുംബാരോഗ്യ സർവേ ഇതിന്റെ ഭാഗമല്ല. NSSO സ്ഥാപിതമായ വർഷം എന്നാണ്? 1950. NSSOയുടെ 4 ഘടകങ്ങൾ എന്ന് വെച്ചാൽ സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ, സർവേ കോർഡിനേഷൻ ഡിവിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉദാരവൽക്കരണ നയത്തിന്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങളാണ്. ഏതൊക്കെയാണ് സാമ്പത്തിക പരിഷ്കരണങ്ങൾ? ബി ആണ്, വ്യവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ എന്ന് പറയുന്നത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണിയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഏത് എന്ന് വെച്ചാൽ ആൻസർ സി ആണ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. താഴെ പറയുന്ന നീതി ആയോഗിന്റെ പ്രവർത്തന പരിധി വരാത്തത് ഏതെന്ന് വെച്ചാൽ ഗ്രാമതലത്തെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധി വരാത്തത്. അപ്പോൾ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധി വരുന്ന ഏതൊക്കെ? മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിന് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശവും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ് രണ്ടാമത്തെ ബാങ്കായി മാറിയത്. ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായത് 1908 ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വഡോദരയാണ്. 2019 ഏപ്രിൽ 1 വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നിവ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. ഏതൊക്കെ ബാങ്കാണ് ലയിച്ചത്? വിജയ ബാങ്കും ദേന ബാങ്ക് എന്നാണ് 2019 ഏപ്രിൽ 1 അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വഡോദരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യ സർക്കാരിൻ്റെ മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്
മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയാണ് മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളൊന്നാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി. 2014 സെപ്റ്റംബർ 25 ആരംഭിച്ച പദ്ധതിയാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി. ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ വാർഷിക ഉൽപ്പാദന മേഖലയുടെ വളർച്ച, മാനുഫാക്ചറിംഗ് ജോലികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, GDP ഉൽപ്പാദന മേഖലയുടെ സംഭാവന ഉയർത്തുക, ഇവയൊക്കെയാണ് മേക്കിംഗ് ഇന്ത്യ പ്രൊജക്റ്റിന് ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ സി ആണ്. ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്രമേഖല, അതാണ് ഈ ഭൂപ്രദേശത്തിൻ്റെ ഘടകത്തിൽ പെടാത്തത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കരമേഖല പെടും, ഒരു രാജ്യത്തിൻ്റെ വായുമേഖല പെടും, ഒരു രാജ്യത്തിൻ്റെ തീരപ്രദേശം, ഇത് ഇത്ര എന്തിൽ പെടുന്നതാണ്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശത്തിൽ പെടുന്നതാണ്. രാജ്യത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലാണ് ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ കയറുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളും ബോട്ടുകളും തീരദേശ സേന പിടിച്ചെടുക്കാറുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ മുതൽ 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് കണ്ടിജൻസ് സോൺ എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏത് എന്ന് വെച്ചാൽ ആവാത്തത് എന്ന് വെച്ചാൽ ജനാധിപത്യമാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഏതൊക്കെ വരുന്നു? ഭൂപ്രദേശം വരുന്നു, ജനങ്ങൾ വരും, പരമാധികാരം വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആൻസർ ഡി ആണ്. 1, 2, 4 ആണ്. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശമുണ്ട്, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇത് ഇത്രയും രാഷ്ട്രീയ അവകാശത്തെ പെടുന്നവയാണ്. അന്നേരം ഇതിനകത്ത് വരാത്തത് ഏതാണ്? ഇന്ത്യ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് രാഷ്ട്രീയ അവകാശമല്ല. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഏതാണ്? കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? 2, 3, 4 തെറ്റായ പ്രസ്താവന. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭാ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഇത് 3 തെറ്റാണ്. രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇന്ത്യ പാർലമെന്റിന്റെ ഉപസഭയാണ് രാജ്യസഭ. രാജ്യസഭയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? സെക്കൻഡ് ചേംബർ എന്നും ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും രാജ്യസഭ അറിയപ്പെടുന്നു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്? 80ാം അനുച്ഛേദ പ്രകാരമാണ്. രാജ്യസഭയുടെ കാലാവധി എന്ന് വെച്ചാൽ കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി എന്ന് വെച്ചാൽ 6 വർഷമാണ്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട സഭയാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സാണ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ്. രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിന്റെ മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രിയാണ്. അപ്പം ഇപ്പോഴത്തെ നിലവിലെ മലയാളികളായ കേന്ദ്രമന്ത്രിമാരാണ് ജോർജ് കുര്യനും സുരേഷ് ഗോപി. ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യ, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ആണ് സഹമന്ത്രിയാണ്. സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം സഹമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായവ സി ആണ് ആൻസർ. 1, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. 1, 3.
ജസ്റ്റിസ് ഹരിലാൽ കെ കനിയായിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യ ഭരണഘടനാ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അപ്പം ഇത് തെറ്റായ പ്രസ്താവന. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് MJ ദേശായി, അത് തെറ്റാണ്. അതേപോലെ തന്നെ ജില്ലാ കോടതിയുടെയും കീഴ്ക്കോടതിയുടെയും മേൽനോട്ടം വഹിക്കുന്ന സുപ്രീം കോടതിയല്ല, ഹൈക്കോടതിയാണത് വഹിക്കുന്നത്. അപ്പം ജസ്റ്റിസ് ഹരിലാൽ കെ കനിയായിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഈ സഞ്ജീവനി പദ്ധതി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യന് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം നൽകുന്നതെന്ന് വെച്ചാൽ ജനനി ജന്മരക്ഷയാണ്. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. നിർഭയ പദ്ധതി എന്ന് വെച്ചാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യന്, കള്ളേൽ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിന് ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ആൻസർ എന്ന് പറയുന്നത് കണ്ടക്കാടുകളുടെ സംരക്ഷണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്